ഇന്ന് രാവിലെ കൃത്യം 10:15 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾക്കും ഒരുപാട് അടിയൊഴുക്കുകൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഈ മന്ത്രിസഭ നിലവിലെത്തിയിരിക്കുന്നത്. എന്താണ് കാത്തിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്ര സ്മൂത്ത് ആയിരിക്കില്ല ഈ ഒരു മന്ത്രിസഭയുടെ തുടക്കം എന്നത് തന്നെ. കാരണം ഘടകകക്ഷികളുടെ ആവശ്യങ്ങളും ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങളും കൃത്യമായി ബാലൻസ് ചെയ്താണ് ഈ പുതിയ ടീമിനെ വി.ഡി. സതീശൻ ഇറക്കിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയാണ് അധികാരത്തിലെത്തുന്നത്. ഇതിനു മുമ്പും ആഭ്യന്തരമന്ത്രിയെ അധികാരത്തിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിന്റെ മുൻപരിചയം ഇനിയുള്ള കാലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ വിചാരിക്കാം. കാരണം വലിയൊരു അഴിച്ചുമാറ്റം ആഭ്യന്തര വകുപ്പ് തലത്തിൽ വരും എന്നതിനുള്ള ഒരു സൂചന അദ്ദേഹം ഇതിനോടകം തന്നെ തന്നു കഴിഞ്ഞു. കൂടാതെ ഏറ്റവും വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനാണ്. ഏകദേശം 5 മന്ത്രിസ്ഥാനമാണ് ലീഗിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സർക്കാർ തന്നെ പ്രത്യേകം ഒരു സമുദായത്തിനുള്ളതാണോ എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇതെന്തായാലും വരാനിരിക്കുന്ന വലിയ സാമുദായിക രാഷ്ട്രീയ വിമർശനത്തിന് തുടക്കമാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്. ഈ വെല്ലുവിളികളെ ഒക്കെ പരിഹരിച്ചുകൊണ്ട് വേണം വി.ഡി. സതീശനും ടീമിനും മുന്നോട്ട് പോകാൻ. കൂടാതെ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യുവാക്കൾക്ക് വലിയ മുൻഗണന കൊടുക്കുമെന്നും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഒഴിവാക്കുമെന്നും വികസനത്തിലുള്ള മുരടിപ്പ് മാറ്റുമെന്നും ഒക്കെയാണ് ഈ ഒരു മന്ത്രിസഭ നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ. അത് കൂടാതെ ഈ പറയുന്ന സാമുദായിക രാഷ്ട്രീയ വിമർശനങ്ങളും ഇവർ നേരിടേണ്ടി വരും. കൂടാതെ ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവും എതിരെ ഇവർക്കായി നിൽപ്പുണ്ട്. അതായത് ഇത്രയും നാൾ മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച് ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്ന പിണറായി വിജയൻ. ഇത്രയും നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന റോള് മാറി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്ന് വരുമ്പോൾ തീപാറും നിയമസഭയ്ക്കുള്ളിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി വരാനിരിക്കുന്ന ഈ മന്ത്രിസഭയെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വോട്ടർമാർ ഉറ്റുനോക്കുന്നത്. പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുമോ? സാമ്പത്തിക പ്രതിസന്ധി മാറുമോ? യുവാക്കൾക്ക് മുൻഗണന നൽകുമോ? സാമുദായിക രാഷ്ട്രീയ തർക്കങ്ങൾ എങ്ങനെയായിരിക്കും പരിഹരിക്കുക? ഈ പറയുന്ന ഘടകകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ സാമുദായിക രാഷ്ട്രീയ തർക്കങ്ങൾ എങ്ങനെയായിരിക്കും നേരിടുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.